السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله. أشهد أن لا أشهد أن محمدًا رسول الله. أشهد أن محمدًا رسول حي على الصلاة. حي على حي على الفلاح. حي على الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم،
وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفخه ونفثه. يا أيها الناس إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اتقوا الله عباد الله ഊസിക്കും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് അവന് തൃപ്തികരമായ ഒരു ജീവിതം നയിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബുൽ ആലമീൻ നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോക ചരിത്രം പല മഹത്തുക്കളെയും പരിചയപ്പെടുത്തപ്പെടുന്നുണ്ട്. ധാരാളം പ്രസിദ്ധരായ ആളുകളുടെ ചരിത്രം നമ്മുടെ മുന്നിൽ സുവിദിതമാണ്, പരിചയമുള്ളത്. എന്നാൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം അത്ഭുതമായതല്ല അവയൊന്നും തന്നെ. ലോകത്ത് ഇത്രയേറെ ആദരിക്കപ്പെടുന്ന ഒരു നേതാവില്ല സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ. സ്നേഹിക്കപ്പെടുന്ന ഒരു നേതാവില്ല സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ. ഓർമ്മിക്കപ്പെടുന്ന ഒരു നേതാവില്ല സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ. അല്ലാഹു പറഞ്ഞു അവന്റെ ഖുർആനിൽ, വറഫഅനാ ലക ദിക്റക, താങ്കൾക്ക് താങ്കളുടെ കീർത്തിയെ നാം ഉയർത്തിത്തരുകയും ചെയ്തിരിക്കുന്നു. 5 നേരത്തെ അദാനിലൂടെ, ബാങ്കിലൂടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രസിദ്ധി ഉയരുകയാണ്. ഇഖാമത്തിലൂടെ ഉയരുകയാണ്. ഓരോ നമസ്കാരങ്ങളിലും അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരികയാണ്. ഏതേത് ഖത്തീബുമാരുടെ പ്രഭാഷണങ്ങളുടെ തുടക്കത്തിലും ഒടുക്കത്തിലുമൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലപ്പെടാതെ പോകുന്നില്ല. വറഫഅനാ ലക ദിക്റക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെയുള്ള രഹസ്യവും പരസ്യവുമായ മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ടതാണ്. ഇണകളോട്, ബന്ധുക്കളോട്, അനുയായികളോട്, രാഷ്ട്ര നേതാക്കളോട്, പള്ളിയിൽ, അങ്ങാടിയിൽ, അയൽപ്പക്കങ്ങളിൽ, വിവാഹങ്ങളിൽ, കച്ചവട രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, കാർഷിക രംഗത്ത്, ആധ്യാത്മിക രംഗത്ത്, സുബ്ഹാനല്ലാഹ്, ഓരോ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെ റസൂല് ഉയർന്നു നിൽക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. സർവ മനുഷ്യർക്കും പഠിക്കാനും പകർത്താനും മാതൃകയാക്കാനും പാകത്തിന് അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകർക്ക് മുഴുവനായുള്ള പ്രവാചകരാണ്, മനുഷ്യരാശിയുടെ പ്രവാചകരാണ്. ഖുൽ യാ അയ്യുഹന്നാസ്, പറയുക, നബിയെ പറഞ്ഞു കൊടുക്കുക, മനുഷ്യരെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കെല്ലാമുള്ള അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു. അഷ്റഫുൽ വറാ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാനായി അള്ളാഹു പറയുക, ലോകരുടെ പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതരാണ്, റസൂലാണ്, നബിയാണ് എന്നതിന് രേഖ എന്താ? അള്ളാഹുവിൻ്റെ കിതാബാണ്. അള്ളാഹു തആല പറയുന്നു, വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു, വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു. 63 അധ്യായം സൂറത്തു അൽ മുനാഫിഖൂന്റെ 1-ാമത്തെ ആയത്ത്. അള്ളാഹുവിനറിയാം, തീർച്ചയായും താങ്കൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് അള്ളാഹ്ക്കറിയാമെന്നാണ്. എത്ര ഇടങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ വീണ്ടും കാണാം. സൂറത്ത് തൗബയുടെ 128 എന്താണ് അള്ളാഹു പറയുന്നത്? ലഖദ് ജാഅ
ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. തീർച്ചയായും നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്ന് തന്നെയുള്ളൊരു ദൂതൻ വന്നിരിക്കുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതൻ വന്നിരിക്കുന്നു. എങ്ങനെയുള്ളവരാണ് അവർ? നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്തവനും നിങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ളവനും ഈമാനുള്ളവരോട് മുഅ്മിനീങ്ങളോട് അത്യന്തം ദയാലുവും കാരുണ്യവാനുമാണ് അദ്ദേഹം എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അള്ളാഹു പറയാം. ഈ അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടാത്ത മുൻ വേദക്കാരില്ല. ഒന്നുകൂടി പറഞ്ഞാൽ, വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്ക് മുഴുവനും പരിചിതരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? ഉദാഹരണത്തിന് അഹ്ലു കിതാബ്, യഹൂദ നസ്വാറാക്കൾ, അവരെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ കാണാം. സ്വന്തം മക്കളെ കുറിച്ച് അറിയുന്നത് പോലെ യഹൂദ നസ്വാറാക്കൾക്കറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് കടന്നു വന്ന ദൂതരാണ്, അവസാനത്തെ റസൂലാണ്, ഞങ്ങളുടെ മുഴുവനും വിശ്വസിക്കേണ്ട പ്രവാചകരാണ് എന്നവർക്കറിയാം. എന്നാര് പറയുന്നു? അല്ലാഹു ജല്ല വഅല. സൂറത്തു അൽ ബഖറ 2-ാം അധ്യായം 146-ാമത്തെ ആയത്ത്. എന്താ അല്ലാഹു പറയുന്നത്? الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم. നാം വേദഗ്രന്ഥം നൽകിയിട്ടുള്ളവർക്ക് സ്വന്തം മക്കളെ അറിയാവുന്നത് പോലെ അദ്ദേഹത്തെ, യാനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാവുന്നതാണ്. ഈ ആയത്തിൻ്റെ തഫ്സീർ പരിശോധിച്ചാൽ നമ്മൾ അജബായി പോവും, അത്ഭുതപ്പെട്ടു. കാരണം എൻ്റെ മക്കൾക്കിടയിൽ എനിക്കൊരു വേർതിരിവിൻ്റെ ആവശ്യമില്ല. എല്ലാ മക്കളെക്കുറിച്ചും എനിക്കറിയാം. അൽഷിമേഴ്സ് ബാധിക്കാത്തടത്തോളം, ഓർമ്മ നഷ്ടപ്പെടാത്തടത്തോളം ഇതെൻ്റെ മക്കളാണെന്ന്. അതിലേറെ വ്യക്തമായി യഹൂദ നസ്വാറാക്കൾക്കറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂലും നബിയുമാണ് എന്ന്. സുബ്ഹാനല്ലാഹ്. എത്ര സ്ഥലത്ത് സൂറത്ത് അറാഫിന്റെ 187 കാണാം. എന്താ അല്ലാഹു പറയുന്നത് അവിടെ? الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل. തങ്ങളുടെ പക്കലുള്ള തൗറാത്തിലും ഇഞ്ചീലിലും രേഖപ്പെടുത്തപ്പെട്ടതായി അവർക്ക് കണ്ടെത്താൻ കഴിയുന്ന ആ ഉമ്മിയായ, അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകരായ അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റുന്നവർക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് തൗറാത്തിലും ഇഞ്ചീലിലും വിവരണമുണ്ട് എന്ന് യഹൂദ നസ്വാറാക്കൾക്കറിയാം എന്ന് അല്ലാഹു തആല. സുബ്ഹാനല്ലാഹ്. എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഈ മുഹമ്മദ് നബി ലോകത്തേക്ക് വന്നത്? ലോകത്തെല്ലാ ചർച്ചകളിലും നിറഞ്ഞു നിൽക്കുന്നത് മുഹമ്മദ് നബിയാണ്. ഈ കുറച്ച് സമയങ്ങളിലായി കേരളക്കരയിൽ നടന്ന ഒട്ടുമിക്ക വിവാദങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? അള്ളാഹിൻ്റെ റസൂൽ എന്തിനാ വന്നത് നമ്മൾ മനസ്സിലാക്കപ്പെടാതെ പോകരുത്. എത്ര കണ്ട് വിമർശിക്കുന്നിടത്തും മുഹമ്മദ് നബി ഉയർന്നു തന്നെ നിൽക്കും. കാരണം എന്താ? അള്ളാഹു തആല ഇത് പറയുന്നതിന് ശേഷം ഞാനത് പറയും ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂൽ എന്തിനാ നിയോഗിക്കപ്പെട്ടത്? 40-ാമത്തെ വയസ്സിൽ നുബൂവത്തുമായി എന്തിനാണ് മക്കയിലേക്ക് ലോകത്തിന്റെ നബിയായി കടന്നു വന്നത്? എന്തിനാ? അള്ളാഹു റസൂലും നബിയുമാക്കി നിയോഗിച്ചത് എന്തിനാ? അള്ളാഹ് പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്ന അർസൽനാക, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്ന അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. നബിയെ, തീർച്ചയായും താങ്കളെ ഞാൻ ഒരു സാക്ഷിയും സന്തോഷവാർത്ത അറിയിക്കുന്നവനും താക്കീതുകാരനും അള്ളാഹുവിൻ്റെ ഉത്തരവനുസരിച്ച് അവങ്കലേക്ക് ക്ഷണിക്കുന്നവനും പ്രകാശം നൽകുന്ന ഒരു വിളക്കുമായി കൊണ്ട് നിയോഗിച്ചിരിക്കുന്നു. ഷാഹിദാണ്, മുബശ്ശിറാണ്, നദീറാണ്. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ.
അദ്ദേഹം ഈ ആയത്തിന് തഫ്സീർ കൊടുക്കാണ്, ഷാഹിദൻ അലാ ഉമ്മതിക്, ഉമ്മത്തിന് ഷാഹിദാണ്, വമുബശ്ശിറൻ ബിൽ ജന്ന, സ്വർഗ്ഗത്തെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കുന്നവരാണ്, വനദീറൻ മിനൻ നാർ, നരകത്തെ തൊട്ട് താക്കീത് നൽകുന്നവരുമാണ്, വദാഇയൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവരാണ്. ഏതിലേക്കാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക്, അള്ളാഹുവിൻ്റെ ത്വാഅത്തിലേക്ക് എന്നൊക്കെ മുഫസ്സിറുകൾ അതിന് വിശദീകരണം നൽകപ്പെട്ടിട്ടുണ്ട്. വസിറാജൻ മുനീറ, പ്രകാശം നൽകുന്ന ഒരു വിളക്കുമായി കൊണ്ട് നിയോഗിച്ചിരിക്കുന്നു. അതിനും രണ്ടർത്ഥത്തിലും തഫ്സീറുണ്ട്. വിശുദ്ധ ഖുർആൻ സിറാജും മുനീറുമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സിറാജും മുനീറുമാണ്. എങ്ങനെയായാലും എല്ലാ നിലക്കും സിഫത്തുകളൊത്ത ലോകരുടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആന്റെ എത്ര സ്ഥലങ്ങളിൽ 25 അധ്യായം സൂറത്ത് ഫുർഖാന്റെ 1-ാമത്തെ ആയത്ത് എന്താ? ലിയകൂന ലിൽ ആലമീന നദീറ, അദ്ദേഹം ലോകർക്കൊരു നദീർ, താക്കീതുകാരൻ ആയിരിക്കുന്നതിന് വേണ്ടി എത്രയത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് സബ 34ന്റെ 28 കാണാം, വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ് ബശീറൻ വനദീറ, താങ്കളെ നാം മനുഷ്യർക്കാകമാനം സന്തോഷവാർത്ത അറിയിക്കുന്നവനും താക്കീത് നൽകുന്നവനുമായി കൊണ്ട് തന്നെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഏതുവരെ? എല്ലാ ചുകന്നവരിലേക്കും കറുത്തവരിലേക്കും നബിയായി നിയോഗിക്കപ്പെട്ടു ലോകരുടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സർവരുടെയും റസൂൽ. ഇങ്ങനൊരു റസൂല് വരാൻ മഹാനായ ഒരു റസൂൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട് എന്നതാണ് ഇതിൽ വലിയൊരു അത്ഭുതം. മുഹമ്മദ് എന്ന് പറയുന്ന ഒരു റസൂൽ, ഒരു നബി, ഒരു ഉലുൽ അസ്മിൽപ്പെട്ട ഒരാൾ ലോകത്ത് കടന്നു വരാൻ വേണ്ടി മുൻഗാമിയായ അബുൽ അംബിയ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്. എവിടെ വെച്ചിട്ട്? പരിശുദ്ധ ഹറമിൽ, മക്കയുടെ ചാരത്ത്, കഅബയുടെ ചാരത്ത് വെച്ചിട്ട്. അതിൻ്റെ പുനർക്രമീകരണവും അതിൻ്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിലുള്ള ഇബ്രാഹിമിന്റെ പ്രാർത്ഥനയിൽ കടന്നു വരുന്നൊരു പ്രാർത്ഥന എന്താ? മുഹമ്മദ് നബിയെ നീ റസൂലായി നിയോഗിക്കണേ എന്നാണ്. 2-ാം അധ്യായം സൂറത്തു അൽ ബഖറ 129-ാമത്തെ ആയത്തിൽ കാണാം. അങ്ങനെ ഒരു നബി വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം. ഞങ്ങളുടെ റബ്ബേ, കൂടെ ആരുണ്ട്? ഇസ്മായിലുണ്ട് അലൈഹിമുസ്സലാം. ഞങ്ങളുടെ റബ്ബേ, അവർക്ക്, മക്കയിലാണ് രംഗം, അവർക്ക് നിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിച്ചു കൊടുക്കുകയും വേദവും വിജ്ഞാനവും പഠിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ അവരിൽ നിന്ന് തന്നെ നീ നിയോഗിക്കുകയും ചെയ്യണമേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നു. എവിടുന്ന ദുആ? വിശുദ്ധ കഅബയുടെ ചാരത്ത് നിന്ന്. കഅബ പരിശുദ്ധ ഹറം, അതിൻ്റെ പരിസരത്ത് നിന്നാണ്. റബ്ബിൻ്റെ ഒരു ഖലീൽ റബ്ബിൻ്റെ മറ്റൊരു ഖലീലിന് വേണ്ടി ദുആ ചെയ്യുന്നു. ഈ ഖുതുബയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ പലപ്പോഴും എന്തിനാണ് ഖലീലുല്ലാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത് എന്നൊരു പക്ഷേ ചിന്തിച്ചവരുണ്ടാകാം. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിൽ കാണാം, ഇബ്രാഹിം അലൈഹിസ്സലാമെ അല്ലാഹു ഖലീലായി സ്വീകരിച്ചതുപോലെ ഇത്തഖിദ്നി ഖലീല, എന്നെയും അല്ലാഹു ഖലീലായി സ്വീകരിച്ചിരിക്കുന്നു. വളരെ കൃത്യം. ഒരു ഖലീൽ, അല്ലാഹുവിൻ്റെ ഒരു ഖലീൽ അള്ളാഹുവിന്റെ മറ്റൊരു ഖലീലിന് വേണ്ടി ദുആ ചെയ്യുന്നു. ഇതിനെ അനുസ്മരിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന ദഅവതു അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ വാപ്പ ഇബ്രാഹിമിന്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാകുന്നു എന്ന് ഷഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എൻ്റെ വാപ്പാന്റെ ദുആക്കുള്ള ഉത്തരമാണ്. സുബ്ഹാനല്ലാഹ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചു. എന്തിനാണ് അള്ളാഹിൻ്റെ റസൂലിനെ നിയോഗിച്ചത്? നേരത്തെ നമ്മൾ പഠിച്ചു. കൂട്ടത്തിലൊരു കാര്യം കൂടി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നിയോഗത്തെപ്പറ്റി അള്ളാഹു പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ റഹ്മത്തുൽ ലിൽ ആലമീനാണ് എന്നതാണ്. ലോകർക്ക് മുഴുവനും റഹ്മത്തായിട്ടാണ്. റഹ്മാനും റഹീമുമായ റബ്ബ്
റഹ്മത്തുൽ ലിൽ ആലമീനായി അല്ലാഹുവിന്റെ റസൂലിനെ നിയോഗിക്കുകയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നമുക്ക് എല്ലാവർക്കും ഹിഫ്ളുള്ള ആയത്താണ് സൂറത്ത് അംബിയാഇന്റെ 107-ാമത്തെ ആയത്ത്. താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല എന്ത്? ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ. ആയത്തിന്റെ തഫ്സീറുകൾ ചർച്ച ചെയ്യപ്പെടുന്നു. എന്താണ് അവിടെ റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ? മുഫസ്സിറുകൾ വിശദീകരിക്കാണ്, അത് ഖാസാണോ ആമാണോ, അഥവാ അത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാണോ, അതല്ല സർവ മനുഷ്യർക്കും അള്ളാഹുവിന്റെ റസൂൽ റഹ്മത്താണോ? സർവ മനുഷ്യർക്കും അള്ളാഹുവിന്റെ റസൂൽ റഹ്മത്താണ്. മുസ്ലിങ്ങൾക്ക് റഹ്മത്താണ്, അതിൽ സംശയമില്ല. മുഅ്മിനുകൾക്ക് റഹ്മത്താണ്, ഒരു സംശയവുമില്ല. എന്നാൽ എങ്ങനെയാണ് മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് അള്ളാഹുവിന്റെ റസൂൽ റഹ്മത്താകുന്നത്? വിശുദ്ധ ഖുർആനിൽ തന്നെ ആയത്ത് കാണാം. എന്ത്? അള്ളാഹുവിന്റെ റസൂൽ ഒരു സമുദായത്തിൽ ഉണ്ടായിരിക്കെ അള്ളാഹു വരെ ആപത്തുകളിൽ പൊതുവിപത്തുകൾ അയച്ചിട്ട് അള്ളാഹ് ശിക്ഷിക്കൂല. പിന്നെയോ വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അവരെ ശിക്ഷിക്കൂല. വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കെ മറ്റുള്ള മുൻഗാമികളായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനത അദ്ദേഹത്തിന്റെ കണ്ണിന്റെ മുന്നിൽ വെച്ച് മുക്കി നശിപ്പിക്കപ്പെട്ടു. ഫിറഔൻ മഹാനായ മൂസാ നബിയുടെ മുന്നിൽ വെച്ച് മുക്കി നശിപ്പിക്കപ്പെട്ടു. ഓരോ പ്രവാചകന്മാരുടെ എതിരാളികൾക്കും ആ നബിമാരുടെ മുന്നിൽ വെച്ച് തന്നെ ശിക്ഷ ലഭിച്ചിരുന്നു. എന്നാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് അബൂജാഹിലാകട്ടെ, ഉത്ബത്താകട്ടെ, ശൈബത്താകട്ടെ, ഉബയ്യത്ത് ബിൻ ഖലഫാകട്ടെ, ഉമയ്യത്ത് ബിൻ ഖലഫാകട്ടെ, വലീദ് ബിൻ മുഗീറയാകട്ടെ, അക്കാലഘട്ടത്തിലെ ജാഹിലിയ മുശ്രിക്കുകളിൽ ഒരാളും തന്നെ മുൻഗാമികളായ ഒരു നബിമാരുടെയും ശത്രുക്കൾക്ക് ലഭിച്ചതുപോലുള്ള ഒരു പൊതുവിപത്തിനാൽ നശിപ്പിക്കപ്പെട്ടിട്ടില്ല. അള്ളാന്റെ റസൂൽ അതാണ് റഹ്മത്താകുന്നത് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മുസ്ലിങ്ങൾക്ക് റഹ്മത്താണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എങ്ങനെയാ മുസ്ലിങ്ങൾക്ക് റഹ്മത്താകാന്ന് ചോദിച്ചാൽ, നബി ജീവിച്ചിരിക്കെ, നബി ഒരു സമൂഹത്തിൽ ഉണ്ടായിരിക്കെ ആ സമൂഹത്തെ അല്ലാഹു നശിപ്പിക്കൂല. അതാണ് അവർക്കുള്ള റഹ്മത്ത് എന്നാണ്. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികൾക്കൊരു നിഅമത്ത് കൂടിയാണ്. ഒന്ന് റഹ്മത്താണെങ്കിൽ രണ്ടാമത്തത് മുഹമ്മദ് മുസ്തഫ നിഅമത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ തെളിവ്? لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة. തീർച്ചയായും മുഅ്മിനുകളിൽ അവരിൽ നിന്നു തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിക്കുക വഴി അള്ളാഹു മഹത്തായ ഒരു അനുഗ്രഹമാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലായി നമ്മിലേക്ക് വന്നത് നമുക്ക് ലഭിച്ച വലിയ നിഅമത്താണ് എന്ന് അള്ളാഹു പറയുകയാണ്. സ്വാഭാവികമായും അള്ളാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നിടത്ത് ഈ ഉമ്മത്തിനകത്തുള്ള ചില ചർച്ചകളുണ്ട്, പുറത്തുള്ള ചർച്ചയുണ്ട്. അകത്തുള്ള ചർച്ചകളിൽ നമ്മൾ പരിശോധിച്ചാൽ ചില ആളുകളുടെ അബദ്ധങ്ങൾ കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ ഖുർആൻ അതിനെ കൃത്യമായി ഗണ്ണിക്കുന്നുണ്ട്. അതെന്താണ്? ചില ആളുകൾ പറയും, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ വഹി പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. നബി ഒരിക്കലും വഹി പ്രതീക്ഷിച്ചിട്ടില്ല. ആര് പറയൂ? അള്ളാഹു പറയാണ്. 28-ാം അധ്യായം സൂറത്ത് ഖസസിന്റെ 86-ാമത്തെ ആയത്ത് അള്ളാഹു പറഞ്ഞു, വമാ കുൻത തർജു അൻ യുൽഖാ ഇലൈക്കൽ കിതാബു ഇല്ലാ റഹ്മത്തൻ മിർ റബ്ബിക്. താങ്കൾക്ക് കിതാബ് നൽകപ്പെടണമെന്ന് താങ്കൾ ആഗ്രഹിച്ചിരുന്നില്ല, പക്ഷേ താങ്കളുടെ റബ്ബിങ്കിൽ നിന്നുള്ള കാരുണ്യത്താൽ അത് ലഭിച്ചു എന്നാണ്. എന്നാൽ നമ്മുടെ നാടുകളിലൊക്കെ തന്നെയുള്ള ചില മാസികകളിൽ എഴുതി വിട്ടുപോയത് എന്തെന്ന് വെച്ചാൽ, മക്കയിലെ താഗൂത്തി ഭരണം അട്ടിമറിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഇപ്പൊ വഹി വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നാണ്. സുബ്ഹാനക യാ അലീം. ഏത് ഭരണം അട്ടിമറിക്കാൻ? താഗൂത്തി ഭരണം അട്ടിമറിക്കാൻ. ഇത് ഒന്നാമത് ആയത്തിനെതിരാണ്, ആയത്തിന്റെ ശറഹായി വരുന്ന തഫ്സീറുകൾക്കും എതിരാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ലം തകുൻ മുതഹരിയൻ ലിനുസൂലി ഹാദൽ കിതാബി അലൈക്
വല മുസ്തഇദ്ദൻ ലഹു വല മുതസദ്ദിയൻ. നബിയെ, നിങ്ങൾക്ക് ഇങ്ങനൊരു ഗ്രന്ഥം ഇറക്കപ്പെടുന്നതിനെ നിങ്ങൾ പ്രത്യേകം കാത്തിരിക്കുന്നവനായിരുന്നില്ല. എനിക്കൊരു കിതാബ് കിട്ടും എന്ന് പ്രതീക്ഷിച്ച ഒരാളല്ല നബി. 2, നിങ്ങൾ ഇതിനു വേണ്ടി ഒരുങ്ങി തിരിച്ചവരുമല്ല. 3, നിങ്ങൾ അതിനു വേണ്ടി പ്രത്യേകമായി കടുംപിടുത്തം നടത്തിയവനുമല്ല. പിന്നെ എങ്ങനെ അത് കിട്ടിയത്? ഇല്ല റഹ്മത്തൻ മിർ റബ്ബിക ബിക വബിൽ ഇബാദ് എന്നാണ് തഫ്സീർ. താങ്കൾക്കും അതുപോലെ മറ്റടിമകൾക്കും അള്ളാഹിൻ്റെ അടുത്തുള്ള റഹ്മത്തായിട്ടാണ് ഇത് കിട്ടിയതെന്നാണ് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് അള്ളാഹ് പഠിപ്പിക്കാൻ. അപ്പം നബിക്കൊരിക്കലും എന്തില്ല, അങ്ങനെ നബി ഒരിക്കലും ഹിറാ ഗുഹയിൽ വഹി ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന ഒരാളല്ലായിരുന്നു. അത്തരം ആരോപണങ്ങൾക്ക് അടിസ്ഥാനരഹിതമാണ്. 2ാമത്തെ ഒരു പോയിന്റ് നിങ്ങൾ പഠിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വഹിയുമായി വന്നതാരാ? ജിബ്രീലാണ്. നബി ജിബ്രീലിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ജിബ്രീൽ വന്നപ്പോൾ നബിക്ക് അറിയുമായിരുന്നു ജിബ്രീലാണെന്ന്? അറിയില്ല. നബിയുടെ അടുത്തേക്ക് ജിബ്രീൽ വന്നപ്പോഴും ജിബ്രീലാണെന്ന് അറിയില്ല. 3, വായിക്കുക എന്ന് പറയുമ്പോൾ ഹിറാ ഗുഹക്കകത്ത് ഒരു പേനയോ കടലാസോ അല്ലെങ്കിൽ ചോക്കോ ബോർഡോ ഒന്നുമില്ല. വായിക്കുക എന്ന് പറയും നമ്മൾ സാധാരണ കുട്ടികളെ പഠിപ്പിക്കൽ എങ്ങനെ? അലിഫ് എന്ന ബോർഡിൽ എഴുതിയിട്ടാണ് വായിക്കുന്ന പറയാറുള്ളത്. കുറേ അധികം വൈരുദ്ധ്യങ്ങളുണ്ട് ഇത്തരം വാദങ്ങളിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അള്ളാഹിന്റെ കിതാബിനെതിരാണ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിന് എതിരാണ്. ഒരിക്കലും അള്ളാഹിന്റെ റസൂൽ ഞാനൊരു നബിയാകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരാളല്ല. പക്ഷേ അള്ളാഹിന്റെ റസൂലിന് അള്ളാഹ് അങ്ങനെ ഒരു നബിക്ക് വേണ്ട എല്ലാ തർബിയത്തും തസ്കിയത്തും ഫിത്രത്തും ഒക്കെ നൽകി അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹിന്റെ റസൂലിനെ വളർത്തിക്കൊണ്ടുവന്നു എന്നതാണ്. وما كنت تتلو من قبله من كتاب ولا تخطه بيمينك اذا لارتاب المبطلون. സൂറത്ത് അങ്കബൂത്തിന്റെ 48 കാണാം, ഇതിനു മുമ്പ് താങ്കൾ വല്ല ഗ്രന്ഥവും പാരായണം ചെയ്യുകയോ താങ്കളുടെ വലത് കൈകൊണ്ടത് എഴുതുകയോ ചെയ്തിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ കാഫിറുകൾക്ക്, സത്യനിഷേധികൾക്ക് സംശയിക്കാമായിരുന്നു. ഇന്നും ഉയർന്നു വരുന്ന വലിയൊരു ചോദ്യമാണ്. മുഹമ്മദ് എവിടേക്കേ പോയിട്ട് ഇങ്ങനെ നടന്നു പോയി, ആട് മേക്കാൻ പോയി, ആരൊക്കെ കണ്ടു, ഏതൊക്കെയോ മുൻ വേദക്കാരെ കണ്ടു, ആ വേദക്കാരൊന്ന് പകർത്തി എഴുതിയതാണ്. അള്ളാഹിന്റെ ഖുർആനിലൂടെ അള്ളാഹു പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലത് കൈ കൊണ്ട് എഴുതിയിട്ടില്ല. ഒരു ഗ്രന്ഥവും ഈ വിശുദ്ധ ഖുർആനിന് മുമ്പ് നബി പാരായണം ചെയ്തിട്ടില്ല. നബി ആദ്യമായി പാരായണം ചെയ്തെന്താ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹിന്റെ റസൂലിന് കിട്ടിയ ഏറ്റവും വലിയ നിഅമത്തതാണ്. നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ ഓതിയിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടാവും. എന്നാൽ അള്ളാഹിന്റെ റസൂലിനെ കൊണ്ട് അള്ളാഹ് ആദ്യമായി വായിപ്പിച്ചത് അള്ളാഹുവിന്റെ വഹിയാണ്. വേറെ ഒന്നും നബി വായിച്ചിട്ടില്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ നിലക്കും തിളങ്ങി വിളങ്ങി അജയ്യമായി നിലനിൽക്കുകയാണ്. അവസാനത്തെ റസൂലായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ റസൂലിനെ നാം അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ ഉച്ചരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക, മനസ്സിലാക്കുക എന്നത് ഒരു മുഅ്മിനിന്റെ ബാധ്യതയാണ്, നിർബന്ധ ബാധ്യതയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മഹത്വം നാം തിരിച്ചറിയുന്നവരാകണം. ഇത് സാധാരണഗതിയിൽ ആരെങ്കിലും പറഞ്ഞു കേട്ട് പഠിക്കേണ്ട ഒന്നല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്താണ് മുഹമ്മദ് നബിയെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും അത് രണ്ടും മുന്നിൽ വെച്ച് സ്ഥിരപ്പെട്ട ഇജ്മാഉം വ്യക്തമായ ഖിയാസുമായി നാം പഠിക്കുന്ന പ്രമാണങ്ങൾ, അഹ്ലുസുന്നയുടെ പ്രമാണങ്ങൾ, അതെന്താണോ പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെ പഠിക്കണം, മനസ്സിലാക്കണം. അത് നമ്മുടെ മേൽ കടമയാണ്, ബാധ്യതയാണ്. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിൻ്റെ മഹത്വം വിശുദ്ധ ഖുർആനിൽ എമ്പാടുമുള്ളതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെതായി വന്ന ഹദീത്തുകളിലും സഹീഹായി സ്ഥിരപ്പെട്ട ഹദീത്തുകളിൽ നമുക്കത് കാണാൻ പറ്റും. മറ്റു നബിമാർ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം വരെ 1.25 ലക്ഷത്തോളം നബിമാർ,
അതിൽ ഉലുൽ അസ്മായി 5 പേർ, നബിക്ക് മുമ്പ് 4 ആൾ, നബിയോട് കൂടി 5 ആൾ, മുർസലിങ്ങളായി 300 ചില്ലാനും, ബാക്കിയൊക്കെ നബിമാർ. ഇവർക്കൊക്കെ മഹത്വമുള്ളവരാണ്, ഇസ്മത്തുള്ളവരാണ്, പാപസുരക്ഷിതരാണ്, ഏറ്റവും ഔന്നത്യമുള്ളവരാണ്. എന്നാൽ ഈ നബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതനാരാണ്? അഷ്റഫുൽ ഖൽഖ്, അഷ്റഫുൽ വറാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അഹ്ലുസുന്നയുടെ വിശ്വാസം. അള്ളാഹുവിൻ്റെ റസൂലിന് മറ്റു നബിമാരെക്കാളുള്ള വ്യത്യാസം എന്താ, മഹത്വം എന്താ? നമ്മൾ അറിയണം. നമ്മുടെ നബിയുടെ മഹത്വം നമ്മൾ അറിയണം. അതെന്താണ്? അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നു, ഇമാം അഹ്മദും തിർമിദിയും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസ് സ്വീകാര്യോഗ്യമാണ്. ഫുദ്ദിൽതു അലൽ അംബിയാഇ ബിസിത്തി, അബൂ ഹുറൈറ എന്ന റിവായത്താണ്. ഇതര നബിമാരെക്കാൾ 6 കാര്യങ്ങൾ കൊണ്ട് എനിക്ക് മഹത്വം ലഭിച്ചിരിക്കുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റുള്ള നബിമാരെക്കാളും 6 കാര്യങ്ങൾ കൊണ്ട് എനിക്ക് മഹത്വമുണ്ട്. 1, ഉഅതീതു ജവാമിഅൽ കലിം, എനിക്ക് എൻ്റെ വാക്കുകൾക്ക് അർത്ഥസമ്പുഷ്ടതയും ആശയസമ്പന്നതയും നൽകപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയായാലും നബിയുടെ ഖുത്ബയായാലും നബിയുടെ സംസാരമായാലും കുറഞ്ഞ വാക്കുകളിൽ വിശാലമായ മആനി നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു. അതിനൊരു ഉദാഹരണം പണ്ഡിതന്മാർ പറയുന്നതറിയോ? സർവകാലത്തേക്കുള്ള ബിദ്അത്തിനെ അടിച്ചിരുത്തുന്ന ഒരൊറ്റ ഹദീസ്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. ആരെങ്കിലും നമ്മുടെ ഈ കാര്യത്തിൽ വല്ലതും കൂട്ടിച്ചേർത്താൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്നൊരു വചനം. അത് ഖിയാമത്ത് നാൾ വരെ എന്ത് ബിദ്അത്ത് ഉണ്ടാക്കിയാലും തള്ളണത്. അതാണ് ജവാമിഉൽ കലിമിൽ ഉദാഹരണമായി പണ്ഡിതന്മാർ പറയാറുള്ളത്. സുബ്ഹാനല്ലാഹ്, നബിക്ക് മാത്രമുള്ളൊരു പ്രത്യേകത. ഇനിയോ വനുസിർതു ബിർറുഅബ്, ശത്രുക്കൾക്ക് എന്നെ സംബന്ധിച്ചുള്ള ഭയം മുഖേന എനിക്ക് വിജയസഹായം നൽകപ്പെട്ടു. മുമ്പുള്ള ഒരു നബിമാർക്കും ലഭിക്കാത്ത വലിയ നിയമത്താണ് അള്ളാഹിന്റെ റസൂൽ ശത്രുക്കൾക്കെതിരിൽ വിജയിക്കുമെന്നത്. 3ാമത്തെ കാര്യം ഗനീമത്ത്, സ്വത്ത്, യുദ്ധ മുതലുകൾ എനിക്ക് അനുവദിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് വരെയുള്ള നബിമാർക്കൊക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ ഒരു തീ വന്ന് വിഴുങ്ങാറായിരുന്നു എന്നാണ്, അതിനെ മൊത്തം നശിപ്പിക്കാറായിരുന്നു പതിവ്. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു അത് അനുവദിച്ചു കൊടുത്തു. വലിയൊരു പ്രത്യേകത അതാണ് അള്ളാഹിന്റെ റസൂലിനുള്ള വലിയൊരു പ്രത്യേകത. ഭൂമി, ഈ ഉരുണ്ട ഭൂമി, ഈ ഭൂമിയെ എനിക്ക് ശുചീകരണ വസ്തുവും പള്ളിയുമാക്കപ്പെട്ടു. ഭൂമിയിൽ എവിടെ വെച്ചു നിസ്കരിക്കാം? നജസുള്ള കള്ളുഷാപ്പ്, കക്കൂസ്, ബാത്റൂം പോലുള്ള വൃത്തികെട്ട സ്ഥലങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പാടത്ത്, പറമ്പത്ത്, റോഡിന്റെ ഓരത്ത്, കായൽ തീരങ്ങളിൽ, കടൽ തീരങ്ങളിൽ ഒക്കെ എനിക്ക് എന്ത് ചെയ്യാം? നിസ്കരിക്കാൻ അനുവാദമുണ്ട്. ഈ ഉമ്മത്തിന് പ്രത്യേകിച്ചും. 2ാമത്തെ ശുചീകരണോപാധി. നമ്മുടെ ആളുകൾ നിസ്കരിക്കാതിരിക്കാൻ പറയുന്നൊരു ന്യായം പള്ളിയില്ല, റസൂല് പഠിപ്പിച്ചു എവിടെ നിസ്കരിക്കാൻ. 2ാമത്തെ നമ്മൾ ആളുകൾ നിസ്കരിക്കാതിരിക്കാൻ പറയുന്നൊരു ന്യായം വെള്ളം കിട്ടിയില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മണ്ണിനെ എനിക്ക് തൊഹൂറാക്കപ്പെട്ടിരിക്കുന്നു, നീ തയമ്മം ചെയ്തോന്നാണ്. സുബ്ഹാനക അലീം, തയമ്മം ചെയ്യാൻ ഭൂമിയിൽ എവിടെ അടിച്ചിട്ട് അല്ലേ, കഴിഞ്ഞു, ഖലാസ്, നിസ്കരിക്കാനായി. നിസ്കരിക്കാൻ മടിയുള്ളവരും നിസ്കരിക്കാൻ താല്പര്യമില്ലാത്തൊരു കുടുങ്ങി പോയി ഹദീസ് വായിച്ചാൽ. കാരണം എന്താ? 1 സെക്കൻഡ് പോലും നിസ്കാരം ബാക്കി വെക്കാനോ മാറ്റി വെക്കാനോ ഉള്ളൊരു അവസരം ഇസ്ലാം അനുവദിക്കുന്നില്ല. യാത്രക്കാരനാണോ? ജമ്മാക്കിക്കോ അല്ലെങ്കിൽ കസറാക്കിക്കോ. രോഗിയാണോ? അപ്പോഴും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓർമ്മ ഉണ്ടോ നിസ്കരിച്ചിരിക്കണം എന്നാണ്. വെള്ളം തൊടാൻ പാടില്ല എൻ്റെ ശരീരത്തിൽ. ശരിക്കും വെള്ളം തൊടണ്ട, മണ്ണിൽ തൊട്ടോ. തയമ്മം ചെയ്തു. അവസാനം 5ാമത്തെ കാര്യം, നബിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ സർവ സൃഷ്ടികൾക്കും റസൂലായി ഞാൻ നിയോഗിക്കപ്പെട്ടു. ഏതൊക്കെയാണ് സൃഷ്ടികൾ? വിശുദ്ധ ഖുർആൻ അതിന്റെ തെളിവാണ്. 46-ാം അധ്യായം സൂറത്ത് അഹ്ഖാഫിന്റെ 29, 72-ാം അധ്യായം സൂറത്ത് ജിന്നിന്റെ 1-2 ആയത്തുകൾ. ഏതിനൊക്കെയാണ് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് നബി ആരുടെയൊക്കെ റസൂലാണ്? മനുഷ്യവർഗത്തിന്റെ റസൂലാണ്, ജിന്ന് വർഗത്തിന്റെ റസൂലാണ്, ഹയവാനാത്ത് മൃഗങ്ങൾ അവയുടെ റസൂലാണ്, ജമാദാത്ത് തടികൾ അവയുടെ റസൂലാണ്. ഇതുപോലെ മദീനയുടെ ഒരു മിമ്പർ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ ഖുത്ബ പറയുന്ന മിമ്പർ, അത് കേടുവന്നു, താഴത്തേക്ക് മാറ്റിവെച്ചു, പുതിയൊരു മിമ്പർ കൊണ്ടുവന്നു. ഏതെങ്കിലും കള്ളക്കഥയല്ല, സ്വഹീഹായ റിപ്പോർട്ടുകളാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് ആ പഴയ ഒടിഞ്ഞു പോയ ആ മിമ്പർ തേങ്ങിക്കരുത്. ഹദീസിന്റെ ലഫ്ള് എന്നറിയോ? ഒരു കുട്ടി കരയുന്നത് പോലെ നബി ഇറങ്ങി ചെന്നിട്ട് ആശ്വസിപ്പിച്ചു എന്നാണ്.
സമിഅന വഅതഅന. അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം അതാണ്, സമിഅന വഅതഅന, കേട്ടു അനുസരിച്ചു ഉണ്ട്. ഏതുവരെ? മൃഗങ്ങളുടെ റസൂൽ, ഈത്തപ്പന തടിയുടെ റസൂൽ, ഈത്തപ്പഴ മരത്തിലേക്ക് കല്ലെടുത്തെറിയുന്ന പൊന്നുമോന്റെ കൈ പിടിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എറിയല്ല മോനെ, ഈത്തപ്പഴത്തിന് വേദനിക്കും മോനെ. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാന്റെ റസൂല് സസ്യങ്ങൾക്ക് ജീവനെടുത്ത് പഠിപ്പിക്കാം. നമ്മൾ വേഗം സയൻസൊക്കെ ഫിറ്റ് ചെയ്യല്. ഞാൻ സയൻസിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ല. മൃഗങ്ങളുടെ റസൂൽ ഏതുവരെ? മെലിഞ്ഞ് ഒട്ടിയിട്ട് ഒട്ടകം വന്ന് നബിയുടെ അടുത്ത് കണ്ണീര് വറുത്തു പരാതി പറയാൻ, ഉടമയെ വിളിപ്പിച്ചു, ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. മൃഗത്തടികളുടെ ജമാദാത്ത് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത തടികൾ, അതിൻ്റെ പോലെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഉർസിൽതു ഇലൽ ഖൽഖി കാഫ. ഇനിയോ തീർന്നില്ല, അവസാനം വഖുതിമ ബിയൻ നബിയ്യൂൻ, എന്നിലൂടെ പ്രവാചക പരമ്പര അവസാനിപ്പിക്കപ്പെട്ടു. ഇനി നബി വരാനില്ല, ഞാനാണ് അവസാനത്തെ റസൂൽ. ഈ ഇസ്ലാമിന്റെ പൂർത്തീകരണം എന്നിലൂടെയാണ്. ഇനി ഏതൊക്കെ നബിമാര് ശേഷം വന്നാലും, ഏതൊക്കെ തലമുറ ജീവിച്ചിരുന്നാലും അവർ സ്വീകരിക്കേണ്ടത്, അവർ നിലനിൽക്കേണ്ടത്, അവർ പിൻപറ്റേണ്ടത് എന്റെ ത്വരീഖത്തും എന്റെ മൻഹജും എന്റെ സുന്നത്തുമാകണം. ഉമ്മത്ത് മുഹമ്മദ് അടക്കം ലോകത്തുള്ള എല്ലാ വിഭാഗവും ഇനി പിൻപറ്റേണ്ടത് എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശമാകണം. അതന്നെ പ്രശ്നം, അത് തന്നെയാണ് പ്രിയമുള്ളവരെ പ്രശ്നം. ഒളിഞ്ഞും തെളിഞ്ഞും മീഡിയകളിലും അല്ലാത്തിടത്തുമുള്ള ആക്രമണത്തിന്റെ, പ്രത്യാക്രമണങ്ങളുടെ, ആരോപണങ്ങളുടെ എല്ലാറ്റിന്റെയും അടിസ്ഥാനം എന്താണ്? മുഹമ്മദ് ഹക്കാകുന്നു എന്നവർക്ക് ബോധ്യമായതാണ്. മുഹമ്മദ് നബിയാണ് ഹക്ക് എന്നത് ബോധ്യമായതുകൊണ്ടാണ്. ഇവിടെ നാലിച്ചൊക്കെ ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നും ഉപദ്രവിക്കാൻ ആളുകളിൽ ചിലർ മെനക്കെട്ടിരുന്നു. ഇന്നും അത്തരക്കാരുണ്ട്. എനിക്ക് നിങ്ങളോട് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, അള്ളാഹുവിന്റെ റസൂലിനെ പരിഹസിക്കുന്ന, കളിയാക്കുന്ന, മോശമാക്കുന്ന, നബിയുടെ വിവാഹത്തെ അവഹേളിക്കുന്ന, ഒരു സ്ത്രീലമ്പടനായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള ന്യൂസുകൾ കാണുകയോ കേൾക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുത്. നമ്മൾ ചില ആളുകൾ അങ്ങനെയാണ്, എങ്ങനെ നോക്കട്ടെ എന്താ മൂപ്പര് പറയുന്നത് എന്നറിയാൻ വേണ്ടി കേൾക്കണം. അത് ശുഭത്തിന് കാരണമാകും, അത് വലിയ പ്രശ്നം ഉണ്ടാക്കും, അത് നമ്മുടെ ഈമാനിനെ നശിപ്പിക്കാൻ കാരണമാകും. ദീനിനെ പരിഹസിക്കുന്ന ചർച്ചകളിലേക്ക് നമ്മൾ കടന്നു പോരുത്. അതിന് കഴിവുള്ളവർ അത് കേൾക്കുക, എന്നിട്ട് അവർ മറുപടി പറയുക. അല്ലാത്തൊരു മൗനം വലിക്കുക, അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പാടില്ല. നമ്മൾ വിചാരിക്കുക എന്താന്ന് കേട്ടാൽ ദജ്ജാല് വരുമ്പോഴുള്ള കഥ എന്താ? ദജ്ജാല് വന്നാ പറഞ്ഞാൽ ഞാനൊന്ന് നോക്കട്ടെ എന്നാണ്. അങ്ങനെ പോകാൻ പാടില്ല. ദജ്ജാൽ അവിടെ കണ്ടു, അവിടെ വന്നു പറഞ്ഞാൽ നമ്മളിവിടുന്ന് ഓർഡർ എന്നാണ്. കാരണം എന്താ പറയുക? ദജ്ജാലിനെ കണ്ടാൽ ഫിത്നയിൽ അകപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇത്തരം ദജ്ജാലുമാരുടെ ഫിത്നയിൽ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മളതിന് മാറി നിന്നേ പറ്റൂ. ഇനിയോ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ആരൊക്കെ തിരിഞ്ഞാലും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മളൊരു പേടിക്കണ്ട. കാരണം എന്താ അറിയോ? അള്ളാഹു പറഞ്ഞതാണെന്നറിയോ? വല്ലാഹു യഅസിമുക മിനന്നാസ്, വല്ലാഹു യഅസിമുക മിനന്നാസ്. നബിയെ, ജനങ്ങളിൽ നിന്ന് അള്ളാഹു താങ്കളെ സംരക്ഷിക്കുന്നതാണ്. 5-ാം അധ്യായം സൂറത്ത് മാഇദയുടെ 67. വീണ്ടും അള്ളാന്റെ കിതാബിൽ കാണാം 15-ാം അധ്യായം സൂറത്ത് ഹിജ്റിന്റെ 95-ൽ ഇന്നാ കഫൈനാക്കൽ മുസ്തഹ്സിഈൻ, പരിഹാസക്കാരിൽ നിന്ന് താങ്കളെ സംരക്ഷിക്കാൻ തീർച്ചയായും നാം മതിയായിരിക്കുന്നു നബിയെ എന്ന് അല്ലാഹു തആല അള്ളാഹുവിന്റെ റസൂലിനെ ആശ്വസിപ്പിക്കുകയാണ്. ഇത് ഇന്നെന്തെങ്കിലും തുടങ്ങിയൊന്നല്ല. അള്ളാന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അന്ന് തുടങ്ങിയത് ആക്ഷേപങ്ങള്, ആരോപണങ്ങള്. പക്ഷെ അന്നും അള്ളാഹുവിന്റെ ദീനും ദീനിന്റെ പ്രവാചകരും ദീനിന്റെ ഗ്രന്ഥങ്ങളും ദീനിന്റെ ശിആറുകളും അജയ്യമായി നിലനിന്നുവെങ്കിൽ ഇന്നും അതങ്ങനെ തന്നെ. നമ്മൾ പിന്മാറിയാലും പിന്മാറിയിട്ടില്ലെങ്കിലൊന്നും ദീനിനൊന്നും ബാധിക്കൂല. അതുകൊണ്ട് ഗൗരവത്തിൽ ഇവിടെ മനസ്സിലാക്കണം, എല്ലാറ്റിനെയും അതിജീവിച്ചിട്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഞാൻ അവസാനിപ്പിക്കാൻ, എന്നും ചരിത്രത്തിൽ പ്രശ്നക്കാർ യഹൂദരായിരുന്നു. ചരിത്രത്തിൽ അവർ ചെയ്തത് തുല്യതയില്ലാത്ത തിന്മകളാണ്. നബിമാരെ വധിച്ചു, ഉപദ്രവിച്ചു, കളവാക്കി, ആട്ടിപ്പയച്ചു. നസാറാക്കൾ ഒട്ടും പുറകിലല്ല. അവര് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ഉപദ്രവിച്ചു. മുൻഗാമികളും അങ്ങനെ തന്നെ. വ്യഭിചാരപുത്രനാന്ന് പറഞ്ഞു. ഇവരാകട്ടെ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി പുത്രനാണെന്ന് പറഞ്ഞു. അവർ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ അതിന് കവിഞ്ഞു, അള്ളാഹിന്റെ സ്ഥാനത്ത് വെച്ചുപോയി. വഖാലു ഇത്തഖദല്ലാഹു വലദ സുബ്ഹാന, അള്ളാഹിന് മറുപടി പറയുന്നത് സുബ്ഹാന. അവർ പറയുന്നു അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന്. അവൻ എത്ര പരിശുദ്ധൻ
എന്നിട്ട് അള്ളാഹുവിന് മറുപടി പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അവർ സ്വീകരിച്ചത് ഇതേ നിലപാട് തന്നെ. അറിയാം, അവർക്കറിയാം എന്ത്. ഞാൻ ആദ്യം പറഞ്ഞല്ലേ, എന്താണ് ഇതിന്റെ പ്രശ്നം അറിയോ? അവർക്കറിയാം, യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. അവരുടെ മക്കൾ അറിയുന്നത് പോലെ അവർക്കറിയാം മുഹമ്മദ് നബി ഹഖാണ്, മുഹമ്മദ് നബി അവസാനത്തെ ദൂതരാണ്, ഈസാ നബിക്ക് ശേഷം വന്നവരാണ്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം വന്നവരാണ്, എല്ലാവരും വിശ്വസിക്കേണ്ടവരാണ്. എത്രത്തോളം എന്നറിയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കൂടി ഓർമ്മപ്പെടുത്തട്ടെ ഈ വൈകിയ വേളയിൽ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദി, ഈ മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലാ യസ്മഉ ബി അഹദുൻ മിൻ ഹാദിഹിൽ ഉമ്മ യഹൂദിയ്യുൻ വലാ നസ്റാനിയ്യുൻ ثم يموت ولم يؤمن بالذي أرسلت به إلا كان من أصحاب النار. യഹൂദിയാകട്ടെ നസ്റാനിയാകട്ടെ മറ്റാരെങ്കിലും ആകട്ടെ, എന്നെ പറ്റി കേട്ടിട്ട് ഞാൻ എന്തുമായിട്ടാണോ അയക്കപ്പെട്ടത് അതിൽ വിശ്വസിക്കാതെയാണ് അവർ മരണപ്പെട്ടതെങ്കിൽ അവൻ നരകത്തിന്റെ ആളുകൾ പെടാതിരിക്കില്ല എന്ന് ഷഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാർക്കറിയാം? നബിയെ വിമർശിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം, മതത്തിന്റെ പേരിൽ ജീവിക്കുന്നവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഹഖിലാണ് എന്ന ബോധ്യം വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നത് കൃത്യമായി മനസ്സിലാക്കി അതിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി നമ്മൾ മാറണം. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തആല ബാക്കി കാര്യങ്ങൾ നമുക്ക് തുടർ ഖുതുബയിൽ വിശദീകരിക്കാം. അല്ലാഹു തആല ഹബീബിന് പൂർണ്ണമായി അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റി ജീവിക്കുന്ന സാലിഹീങ്ങളിൽ നമ്മയും നമ്മുടെ അഹ്ലുകാരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂലിനെ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും പിൻപറ്റാനും ആ നബി എല്ലാറ്റിനേക്കാളും അല്ലാഹു കഴിഞ്ഞാൽ സ്നേഹിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ നമ്മുടെ മക്കളിൽ അല്ലാഹു നമുക്ക് കൺകുളിമ പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും മുസീബത്തുകളും അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിടങ്ങൾ അല്ലാഹു വിശാലവും സ്വർഗ്ഗ പൂന്തോപ്പുമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗബാധിതരായി മരണപ്പെട്ടവരുണ്ട്, അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും റബ്ബ് കാക്കുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.